ഇപ്പോൾ സിസ്റ്റർ ലിജി പയ്യപ്പള്ളി സിസ്റ്റർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിസ്റ്റർ, ഇന്ന് വ്യാപകമായ ആക്രമണം ഇപ്പോൾ കീവിലേക്ക് നടത്തി എന്നുള്ള വാർത്തകൾ വരുന്ന നിരവധി ആളുകൾ മരിച്ചു എന്ന് ഉള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. സിസ്റ്റർ ഇപ്പോഴും അതിർത്തി മേഖലയിൽ തന്നെയാണോ ഉള്ളത്? അല്ല, ഞാൻ അതിർത്തിയിൽ നിന്നും തിരിച്ചു വന്നു. ഞാനിപ്പം സക്കർപ്പാത്തിലാണ്. ഞാൻ അതിർത്തിയിൽ നിന്നും തിരിച്ചു വന്നു. ഈ കീവിൽ ഇന്നലെ രാത്രിയായിരുന്നു വലിയ അറ്റാക്ക് ഉണ്ടായിരുന്നത്. അത് എത്ര പേര് മരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു വലിയ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു ഇന്നലെ രാത്രി റോക്കറ്റ് വീണത്. അവിടെ എത്ര പേര് ഇതിന്റെ അടിയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്നലത്തെ എല്ലാ മെട്രോയും തുറന്നിട്ടിരിക്കുമായിരുന്നു. ഏകദേശം 53,000-ഓളം ആളുകള് മെട്രോയില് ബങ്കർ ഇല്ലാത്തത് കൊണ്ട് മെട്രോയില് താഴെയായിട്ട് അവര് അഭയം പ്രാപിച്ചിരുന്നു. ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് 15 പേരുടെയാണ് ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നത്. പക്ഷെ 15 പേരൊന്നും അല്ല, ആ ഒരു വലിയൊരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് എത്ര പേരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ സിസ്റ്റർ നിൽക്കുന്ന സ്ഥലം ഈ കീവിൽ നിന്ന് എത്രത്തോളം ദൂരെ ഉള്ളതാണ്? ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം കീവിൽ നിന്ന് 800 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ശക്തമായ ആക്രമണമാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിലേക്കെല്ലാം ഉണ്ടായത്? ഉറപ്പായിട്ടും. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബോർഡറിൽ നിന്നും പോകുന്നത്. ഞാൻ തിങ്കളാഴ്ച പോന്നു. ചൊവ്വാഴ്ച ആ റെയിൽവേ സ്റ്റേഷൻ അവർ അറ്റാക്ക് ചെയ്തു. സെയിം ടൈമില് തലേ ദിവസം ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായതായിരുന്നു. പിറ്റേ ദിവസമാണ് ആ റെയിൽവേ സ്റ്റേഷൻ അവർ അറ്റാക്ക് ചെയ്ത മിക്കോളായി എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ ദിവസങ്ങളില് ഇപ്പം ഇന്നലെ നമ്മുടെ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിരുന്നു 72 മണിക്കൂർ വലിയ അറ്റാക്ക് ഉണ്ടാകും റഷ്യയിൽ നിന്നും എന്ന് നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു. ഇനി 72 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, 24 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇനിയും വലിയൊരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കീവില് മാത്രമല്ല, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂടിയും അടുത്ത ദിവസങ്ങളില് നാളെ കഴിഞ്ഞായിട്ടൊക്കെ അറ്റാക്ക് ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. സിസ്റ്റർ, അതുപോലെ ഈ ബങ്കറുകളുടെയൊക്കെ, അതായത് പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഒരു അവൈലബിലിറ്റി എങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ? കിയവ് എന്ന് പറയുന്ന വലിയ ടൗണിലൊക്കെ ബങ്കറുകളൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇത് അപ്പാർട്ട്മെന്റ് ആണല്ലോ. മിക്കവാറും അപ്പാർട്ട്മെന്റുകളുടെ അടിയിലായിരിക്കും പാർക്കിംഗ് സിസ്റ്റം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവര് ഒരുപക്ഷെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് പോകും, അല്ലെങ്കിൽ മെട്രോ പോകുന്ന സ്ഥലത്താണ് പോയിരിക്കുന്നത്. ഈ യുക്രൈനിലെ എല്ലാ മെട്രോയും അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത്. അപ്പൊ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ ഇന്നലെ രാത്രി മെട്രോ സ്റ്റേഷൻസ് എല്ലാനും നോർമലി 12 മണി കഴിഞ്ഞാൽ മെട്രോ ഓടത്തില്ല. അപ്പം 12 മണി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻസ് അവർ അടച്ചിടും. പക്ഷെ ഇന്നലെ അറ്റാക്ക് ഉള്ളത് കൊണ്ടും ഇപ്പൊ യുക്രൈനിൽ യുദ്ധം ആയതുകൊണ്ടും മെട്രോ സ്റ്റേഷൻസ് അവർ അടയ്ക്കുന്നില്ല. ഇപ്പൊ കീവിലുള്ളവരെല്ലാവരും മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി 50,000-ഓളം പേര് മെട്രോ സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നു. ബങ്കർ പോലെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അവിടെ അഭയം പ്രാപിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ. അതുപോലെ ഇപ്പം മറ്റൊരു പ്രശ്നം എന്ന് പറയുന്ന മെഡിക്കൽ ഫീൽഡ്, അത് എത്രത്തോളം അവിടെ സജീവമാണ് എന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ യുദ്ധം ബാധിക്കുന്ന ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സംവിധാനമാണല്ലോ മെഡിക്കൽ സംവിധാനം. കിയേവ് അല്ലെങ്കിൽ അത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ മെഡിക്കൽ നമുക്ക് വളരെ അവൈലബിൾ ആണ്. ഉക്രൈനിൽ വളരെ അവൈലബിൾ ആണ്. ഞാൻ ബോർഡറിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു ലോകവും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം 21ാം നൂറ്റാണ്ടില് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് വളരെ അതിശയത്തോടു കൂടിയാണ് ഞാനത് കാണുന്നത്. കാരണം അവിടെ ഇതിനിപ്രോ റിവറിന്റെ അപ്പുറം റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ഫുഡ് എന്തെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ ഹെൽപ്പോ അല്ലെങ്കിൽ മെഡിസിനോ ഫുഡോ ഈവൻ കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാനായിട്ട് യുക്രൈൻ അവിടെ എത്തിക്കാനായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല. അതിന് റഷ്യ അനുവദിക്കുന്നില്ല. അത് മാത്രമല്ല, റഷ്യ അവിടേക്ക് ഫുഡ് ഒന്നും കൊടുക്കുന്നുമില്ല.
ഞാൻ പറഞ്ഞത് അവിടെയുള്ള ആളുകള് ഇന്നത്തെ 20ാം നൂറ്റാണ്ടില് യൂറോപ്പില് അവിടെ ആളുകൾ ഭക്ഷിക്കുന്നത് നമ്മുടെ വലിയ തുരപ്പൻ എന്ന് പറയുന്ന എലികളൊക്കെ ഇല്ലേ, ആ എലികളെയും കാക്കകളെയും പ്രാവുകളെയൊക്കെയാണ് അവര് ഭക്ഷിക്കുന്നത്. കാരണം അവർക്ക് ഫുഡില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒരു ന്യൂസിലും വന്നിട്ടില്ലാത്തൊരു സംഗതിയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ ഓരോ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശന്നിട്ട്. പിന്നെ അവിടെയൊക്കെ ഇപ്പൊ ഞാനായിരുന്ന സ്ഥലത്തും, ഞാൻ 0 പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെയും പോയിരുന്നു. അവിടെയൊക്കെ ഒത്തിരി പട്ടികളുണ്ട്. ഈ പട്ടികളൊക്കെ വളരെ അഗ്രസീവ് ആണ്. കാരണം അവർക്ക് ഫുഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെല്ലുവാണെങ്കിൽ അവർ നന്നായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും. അത്രയും ഫുഡിന് പട്ടികൾക്ക് പോലും അവിടെ ഫുഡില്ല. പട്ടികൾക്ക് പോലും എന്ന് ഞാൻ പറഞ്ഞ പട്ടികൾ എന്തു വേണമെങ്കിലും കഴിക്കുന്നതാണല്ലോ, അതുപോലും ഇല്ല. ആളുകളാണെങ്കിൽ വിശപ്പ് കൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയിലാണ് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലെ ഉക്രൈൻകാര്. തീർച്ചയായിട്ടും മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതായത് ഫിൻലൻഡ്, എസ്റ്റോണിയ തുടങ്ങിയ 3 രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശം റഷ്യ പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പോ സത്യം പറയുവാണെങ്കിൽ യൂറോപ്പിന്റെയും റഷ്യയുടെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു രാജ്യമാണ് യുക്രൈൻ. യുക്രൈന് മാത്രമല്ല യൂറോപ്പിനെ കൂടിയും നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ പുടിൻ പറഞ്ഞിട്ടുണ്ട്, യുക്രൈന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങള് സഹായിച്ചാല് യുദ്ധം യൂറോപ്പിനെയും കൂടിയും ബാധിക്കുമെന്ന്. അപ്പം പല രാജ്യങ്ങളും യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നതിനോട് റഷ്യക്ക് താല്പര്യമില്ല. റഷ്യ അതിന് കടുത്ത ആക്രമണം നടത്തും എന്ന് പുടിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യുക്രൈൻ തോൽക്കാത്തത് കൊണ്ടും യുക്രൈനില് റഷ്യ വിചാരിക്കുന്നത് പോലെ നശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും വീണ്ടും ഈ യുദ്ധം കൂടുതലായിട്ട് വർദ്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നത്. ഓരോ യൂറോപ്യൻ രാജ്യങ്ങളോടും സെലൻസ്കി പറയുന്നുണ്ട്, അടുത്തത് നിങ്ങളായിരിക്കാം, അതുകൊണ്ട് യുദ്ധം ഇപ്പൊ തന്നെ നിർത്തുന്നതായിരിക്കാം നല്ലത്. സിസ്റ്റർ, മറ്റൊരു കാര്യം, ഈ ഉക്രൈനിലെ ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ്? ഭക്ഷണത്തിന്റെ ഒക്കെ കാര്യത്തിൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടോ? യുക്രൈനിലെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഞാനായിരുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് 0 പോയിന്റ് ആണ്. പക്ഷെ അവിടേക്കൊക്കെ നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ ഹെൽപ്പ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവിടെ ആരും ഭക്ഷണമില്ലാതെ കഴിയുന്നില്ല. ഭക്ഷണമില്ലാതെ ഫുഡില്ലാതെയൊക്കെ മരിക്കുന്നത് റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ്. അവിടേക്ക് ഉക്രൈന് കടക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഉക്രൈന് അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല. യുക്രൈനില് ദാരിദ്ര്യം, ഭക്ഷണമില്ല എന്നൊരവസ്ഥ വന്നിട്ടില്ല. കാരണം അവിടെ ഉക്രൈനിലേക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഹ്യൂമാനിറ്റേറിയൻ ഹെൽപ്പൊക്കെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നോ തുടക്കത്തിലുള്ളതുപോലെ ഇല്ല എങ്കിലും എല്ലായിടത്തും സാധനങ്ങൾ മേടിക്കാനൊക്കെ അവൈലബിൾ ആണ്. ഡീസല് അല്ലെങ്കിൽ പെട്രോൾ അതൊക്കെ മേടിക്കാൻ അവൈലബിൾ ആണ്. യുക്രൈനില് കറണ്ടിന്റെ പ്രശ്നം ഇല്ല. പക്ഷെ ഈ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവിടെ അവർക്ക് ഫുഡില്ലെന്ന്. അവർ 5 വർഷമായിട്ട് അവിടെ വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല. 5 വർഷമായിട്ട് യുദ്ധം അന്ന് തുടങ്ങിയ ആ സ്ഥലങ്ങളിലൊന്നും കറണ്ട് ഇല്ല. അത് ഒരു കാലത്ത് ഉക്രൈന്റെ സ്ഥലമായിരുന്നല്ലോ ആ ഒരു പ്രദേശം. അപ്പോൾ അവിടെ ഉള്ള ഉക്രൈൻ പൗരന്മാർക്ക് അവിടെ വിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ലേ? അതായത് അവിടുത്തെ ഇല്ല. അവിടുന്ന് ഇപ്പൊ ഒരു ദിനിപ്രോ റിവർ ആണല്ലോ ഇപ്പൊ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലം. അത് ഉക്രൈന്റെ ഭാഗമായിരുന്നു. 8 വില്ലേജുകളുണ്ട് അവിടെ. ആ 8 വില്ലേജും റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. അവിടെ നിന്ന് ഉക്രൈനിലേക്ക് വരണമെങ്കിൽ ആ നദി കടന്നിട്ട് വേണം. പക്ഷെ അവിടേക്ക് എപ്പോഴും ഡ്രോണുകളാണ്. ആർക്കും ആ നദി കടക്കാൻ പറ്റത്തില്ല. അവിടെ ഉള്ളവർക്ക് ആർക്കും യുക്രൈനിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. എങ്ങനെയാ ഇവാക്വേഷൻ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ?
സൈന്യത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കാറുണ്ട്. കാരണം നിർബന്ധിതമായിട്ട് സൈന്യത്തിലേക്ക് ആളുകളെ ചേർക്കുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിൽ. അതെങ്ങനെയാ കാര്യങ്ങൾ? അത് ശരിയാണ്. കാരണം നമ്മള് ഇന്ത്യയില് സ്കൂളില് പഠിക്കണ സമയത്ത് നമ്മള് പ്രതിജ്ഞ ചെയ്യുന്നുണ്ടല്ലോ, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുവാനും ഞാൻ തയ്യാറാണെന്ന്. പക്ഷെ നമ്മുടെ രാജ്യത്തിന് ഇതുവരെയും അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. അത് വരാതിരിക്കട്ടെ. ഇവിടെയാണെങ്കിൽ യുദ്ധത്തിലേക്ക് ഒരു സ്കൂൾ കഴിഞ്ഞാല്, +2 കഴിഞ്ഞാല് ഇവിടെ ഉക്രൈനില് 2 വർഷം സൈനിക സേവനം നിർബന്ധിതമാണ്. അപ്പൊ 2 വർഷം സൈനിക സേവനം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരെ നിർബന്ധിതമായിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് സത്യമാണ്. കാരണം യുദ്ധത്തിലേക്ക് ആളുകളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിർബന്ധിതമാണ് ഇപ്പൊ രാജ്യത്തെ സേവിക്കാനായിട്ട്. ഓക്കെ, അതിനെല്ലാവരും ആകാറില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് പലപ്പോഴും. അത് തീർച്ചയായിട്ടും. കാരണം യുദ്ധം തുടങ്ങിയ സമയത്തേക്ക് ഒത്തിരി പേര് വോളണ്ടിയേഴ്സ് ആയിട്ട് യുദ്ധത്തിലേക്ക് ചേരുമായിരുന്നു, യുദ്ധം ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകാൻ താല്പര്യമില്ലാത്തത് ജീവനെ പേടിച്ചിട്ടാണ്. ഒത്തിരി പേര് മരിക്കുന്നുണ്ടല്ലോ, സോൾജേഴ്സ് ആണെങ്കിൽ ഒത്തിരി പേര് മരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് പേടിയാണ് പോകാനായിട്ട്. പോയിട്ടുണ്ടെങ്കിൽ കൈയും കാലും നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു പക്ഷെ തിരിച്ചു വരില്ലായിരിക്കും. അതുകൊണ്ട് ഭയമുള്ളവരാണ് ഈ പോകാനായിട്ട് മടി കാണിക്കുന്നത്.